ideas. In our previous class, we will discuss briefly about what is meant by a polymer and examples and its general characteristics. Today's class, we will discuss polyethylene, the polymer polyethylene. The category of polyethylene is synthetic polymer, which is a synthetic polymer, and its general representation of polyethylene is CH2 times. Okay. Polyethylene is simply or otherwise it is known as polythene. Polythene കവറൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകൾ അതൊക്കെയാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ മോണോമർ യൂണിറ്റ് ഏതാണ്, അതുപോലെ അതെങ്ങനെയാണ് സിന്തസൈസ് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, അതുപോലെ ഇതിന് പോളിയെത്തിലീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം കെമിക്കൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ പോളിയെത്തിലീൻ്റെ കെമിക്കൽ സ്ട്രക്ചർ ഹാവ് ചെയ്യുന്നത് എന്താണ് ഞാൻ പറഞ്ഞു അല്ലേ. എങ്ങനെയായിരുന്നു കെമിക്കൽ സ്ട്രക്ചർ എന്തായിരുന്നു? CH2 ടൈംസ് അല്ലേ. ടൈംസ് CH2 ചേരുന്നതാണ്. അപ്പം സിമ്പിളായിട്ട് കെമിക്കൽ സ്ട്രക്ചർ എങ്ങനെ പറയാം? പോളിയെത്തിലീൻ ഹാവിങ് വെരി സിമ്പിൾ സ്ട്രക്ചർ, ദി സിംപ്ലസ്റ്റ് ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ പോളിമർ. സിന്തസൈസ് ചെയ്യുന്ന എല്ലാ പോളിമറിലും സ്മോളസ്റ്റ് അല്ലെങ്കിൽ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള പോളിമറായിട്ട് നിൽക്കുന്നതാണ് ആര്? പോളിയെത്തിലീൻ. അപ്പം അതിൽ ആ പോളിയെത്തിലീൻ്റെ പോളിമറിൽ എന്തൊക്കെയാണ് ഉള്ളത്? കാർബൺ ആറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട്? ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്. കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റംസും ഉള്ളത്. ഓക്കെ. അപ്പം നമുക്ക് എന്താണ് പോളിയെത്തിലീൻ? അപ്പോൾ സിമ്പിളി ജനറലായിട്ട് നമുക്ക് പോളിയെത്തിലീനെ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പം നമ്മളെന്താണ് പോളിയെത്തിലീൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? പോളിയെത്തിലീൻ ഈസ് സിന്തസൈസ്ഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ. എത്തിലീനെ പോളിമറൈസേഷൻ ചെയ്തിട്ടാണ് നമുക്ക് പോളിത്തീൻ കിട്ടുന്നത്. ഇറ്റ്സ് എ തെർമോപ്ലാസ്റ്റിക് പോളിമർ വിച്ച് വേരിയബിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആൻഡ് ആൻ എക്സ്ട്രീംലി ലോങ് റേഞ്ച് ആപ്ലിക്കേഷൻസ്. പോളിയെത്തിലീനിന് വളരെ വൈഡായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈപ്പ് എന്ന് വെച്ചാൽ തെർമോപ്ലാസ്റ്റിക് പോളിമറാണ്. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിങ്സും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം മെൻഷൻ ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ്സ് ആൻ തെർമോപ്ലാസ്റ്റിക് പോളിമർ. ഓക്കെ. ഇറ്റ്സ് അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് പോളിമെത്തിലീൻ ബിക്കോസ് ദ റിപ്പീറ്റിംഗ് CH2 ഗ്രൂപ്പ് ഈസ് ദെയർ. ഓക്കെ. നമ്മൾ പോളിയെത്തിലീനെ എന്തും കൂടെ വിളിക്കാറുണ്ട്? പോളിമെത്തിലീൻ എന്നും വിളിക്കാറുണ്ട്. കാരണം എന്താണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? CH2 ഗ്രൂപ്പ് എന്ത് ചെയ്യുവാണ്? റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തൊന്നും പറയാം? ഒരു CH2 ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോളിയെത്തിലീനിനെ പോളിമെത്തിലീൻ എന്നും വിളിക്കാറുണ്ട്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി റിപ്പീറ്റിംഗ് CH2 ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ. CH2 ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ പോളിമെത്തിലീൻ എന്നും വിളിക്കാറുണ്ട്. ഇനി ആരാണ് ഇതിനെ സിന്തസൈസ് ചെയ്തത്? പോളിയെത്തിലീനിനെ ആരാണ് സിന്തസൈസ് ചെയ്തതെന്ന് നോക്കാം. ആദ്യമായിട്ട് പോളിയെത്തിലീനെ സിന്തസൈസ് ചെയ്തെടുത്തത് ജർമ്മൻ സയൻറ്റിസ്റ്റായ HV പെച്ച്മാനാണ് പോളിയെത്തിലീനിനെ എന്ത് ചെയ്ത് സിന്തസൈസ് ചെയ്തത്. അപ്പം ഡയസോമിഥൈന് സിന്തസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റലി, അതായത് നമുക്ക് അദ്ദേഹം എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ല, പോളിയെത്തിലീൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ചെയ്തതല്ല. അദ്ദേഹം ഡയസോമീഥൈൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ആക്സിഡൻ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടിയതാണ് ആരെ പോളിയെത്തിലീനിൻ്റെ. അപ്പോൾ പോളിയെത്തിലീനെ ആരാണ് സിന്തസൈസ് ചെയ്തത്? ജർമ്മൻ സയൻറ്റിസ്റ്റായ ഹാങ് വോങ് പെർച്ച്മാനാണ് പോളിയെത്തിലീനെ സിന്തസൈസ് ചെയ്തത്. പോളിയെത്തിലീനെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ആണോ അതോ പോളിത്തീൻ കവറാണോ എന്നുള്ളത് എങ്ങനെ സിന്തസൈസ് ചെയ്യാം? തന്നെ പോളിയെത്തിലീന് എപ്പോഴും ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ? ഫ്ലോട്ട് ചെയ്യും, വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. പോളിയെത്തിലീൻ ഈസ് ഈസി ടു ഡിസ്റ്റിങ്വിഷ് ഫ്രം അതർ പ്ലാസ്റ്റിക്സ് ബിക്കോസ് ദേ ഫ്ലോട്ട് ഇൻ വാട്ടർ. നമുക്കെപ്പോഴും പ്ലാസ്റ്റിക്കിൽ നിന്നും പോളിയെത്തിലീനെ വേർതിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ്? ഏത് പ്രോപ്പർട്ടി പോളിയെത്തിലീനുണ്ട്? പോളിയെത്തിലീന് ഫ്ലോട്ട് ചെയ്യും, വാട്ടറിന് മുകളിൽ കൂടെ ഫ്ലോട്ട് ചെയ്യും. അതുകൊണ്ട് ഈസി ആയിട്ട് മറ്റ് പ്ലാസ്റ്റിക്കുകളിൽ നിന്നും ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? പോളിയെത്തിലീൻ ഡിസ്കവർ ചെയ്ത ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? പെച്ച്മാൻ. HV പെച്ച്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മോണോമർ യൂണിറ്റിനെ പറ്റിയാണ്. പോളിയെത്തിലീൻ്റെ മോണോമർ യൂണിറ്റ്. ദ ബേസിക് സ്ട്രക്ചർ മോണോമർ സ്ട്രക്ചർ ഓഫ് പോളിയെത്തിലീൻ ഈസ് എത്തിലീൻ യൂണിറ്റ്. C double bond C CH2
ഡബിൾ ബോണ്ട് CH2. ഇതാണ് മോണോമർ യൂണിറ്റ് ഓഫ് പോളി എഥിലീൻ. CH2 ഡബിൾ ബോണ്ട് CH2. ഞാൻ പറഞ്ഞായിരുന്നു കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? C 1 ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4. ഇവിടുത്തെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെയോ 2 3 4. കാർബണിൻ്റെ വാലൻസി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോണോമർ സ്ട്രക്ചർ ഓഫ് പോളിയെഥിലീൻ, ആരുടെ പോളിയെഥിലീൻ്റെ മോണോമർ ആരാണ്? എഥിലീൻ മോളിക്യൂളാണ്. CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, മോണോമർ യൂണിറ്റ് എഥിലീനാണ്. അപ്പോൾ അതിൻ്റെ പോളിമർ സ്ട്രക്ചർ എങ്ങനെയാണ്? CH2 റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഇത് n നമ്പർ ഓഫ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് ഇവിടെ എന്ത് കാണിച്ചിരിക്കുന്നത്? റിപ്പീറ്റഡിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ? റിപ്പീറ്റ് ചെയ്ത് CH2 പോകും. ഇതാണ് പോളിമർ സ്ട്രക്ചർ ഓഫ് പോളിയെഥിലീൻ. ഇങ്ങനെ n നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പോളിത്തീൻ അല്ലെങ്കിൽ പോളിയെഥിലീൻ. അപ്പോൾ ഇതിനെ സിമ്പിളായിട്ട് നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോണോമർ യൂണിറ്റ് ആരായിരുന്നു? എഥിലീൻ അല്ലേ? CH2 ഡബിൾ ബോണ്ട് CH2. എഥിലീൻ പോളിമറൈസേഷൻ. എഥിലീൻ അണ്ടർഗോൺ പോളിമറൈസേഷൻ. ഹിയർ ഈസ് എ ഷോർട്ടർ വേ ഓഫ് ഡ്രോ പോളിയെഥിലീൻ. നമ്മൾ എന്താണ് പറഞ്ഞത്? CH2 ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ടില്ലേ? അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. CH n ടൈംസ്. അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ എങ്ങനെ എഴുതുന്നേ? അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആരാണ്? CH ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ അത് എഴുതി കൊടുത്താൽ മതി. എങ്ങനെ എഴുതാം? CH. ഇവിടെ എന്താണ്? CH. പിന്നെ അടുത്ത് എന്താണ്? CH. ഇത് എത്ര ടൈമാണ് CH റിപ്പീറ്റ് ചെയ്യുന്നത്? n ടൈംസ്. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ ആണോ? സിമ്പിളസ്റ്റ് വേ ഓഫ് റെപ്രസെൻറ്റിങ് പോളി എഥിലീൻ. ഇങ്ങനെ നിങ്ങളിത് പഠിച്ചാൽ മതി. ഇത് റെപ്രസെൻറ്റ് ചെയ്ത് പഠിക്കണമെന്നില്ല. ഇത് പഠിച്ചാൽ മതി. CH2 ഡബിൾ ബോണ്ട് CH2 ഗീവ്സ് CH2 n ടൈംസ്. ഓക്കെ, ഈ റെപ്രസെൻറ്റേഷൻ എഴുതി പഠിക്കണം. അപ്പം ഇതിലും സിമ്പിൾ വേയിൽ നമുക്ക് വേണേൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിവിടെ CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണ്. ഡയറക്റ്റായിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 എഥിലീൻ അണ്ടർഗോ പോളിമറൈസേഷൻ ഗീവ് പോളിയെഥിലീൻ. എങ്ങനെയാണ്? CH2 n ടൈംസ്. ഓക്കെ, ഇങ്ങനെയോ ഇതിലേതെങ്കിലും ഒരു വേ ഓഫ് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പോളിമറൈസേഷൻ നടത്തുന്നത്? ഇവിടെ മോണോമർ യൂണിറ്റ് ആരാണ്? എഥിലീനാണ്. എഥിലീൻ അണ്ടർഗോ പോളിമറൈസേഷൻ ഗീവ് പോളി എഥിലീൻ ഓർ അതർവൈസ് സിംപ്ലി ഇറ്റ് ഈസ് നോൺ ആസ് പോളിത്തീൻ. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് properties of polyethylene. First of all, we discuss physical properties. Already we mentioned that it's a thermoplastic polymer. Okay, it's a type of thermoplastic polymer. It's a physical properties ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പറയുന്നത് തെർമോപ്ലാസ്റ്റിക് പോളിമർ ആണ്. കൺസിസ്റ്റ് ഓഫ് എ ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻസ്. അതായത് CH2 ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം? കൺസിസ്റ്റ് ഓഫ് ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻസ്. ഓക്കെ, വൈറ്റ് വാക്സി. അതായത് നല്ല ഒരു കാണപ്പെടുന്നത് എങ്ങനെയാണ്? വൈറ്റ് വാക്സി ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. ദ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ടിപ്പിക്കലി ഇൻ ദ റേഞ്ച് ഓഫ് 120 to 180 ഡിഗ്രി സെൽഷ്യസ്. 120-180 ഇടയ്ക്കാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് ആരുടെ കാണപ്പെടുന്നത്? പോളി എഥിലീൻ്റെ കാണപ്പെടുന്നത്. മേ ഓർ മേ നോട്ട് ബി ഒബ്സർവബിൾ. അത് ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. അത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ക്രിസ്റ്റാലിനിറ്റി, മോളിക്കുലാർ വെയ്റ്റ്, മെൽറ്റിംഗ് പോയിന്റ് അതനുസരിച്ചായിരിക്കും അതിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തെർമോപ്ലാസ്റ്റിക് പോളിമറാണ്. കൺസിസ്റ്റ് ഓഫ് എ ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻസ്, വൈറ്റ് വാക്സി. ദ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ടിപ്പിക്കലി ഇൻ ദ റേഞ്ച് ഓഫ് 120 to 180 degrees Celsius. May or may not be observable depending upon the crystallinity, molecular weight and melting point. Okay, next we will discuss chemical properties. It's an excellent chemical resistance. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം? നമ്മൾ അവിടെ ഒരു കെമിക്കൽ റെസിസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രോങ് ആസിഡോ സ്ട്രോങ് ബേസോ വന്ന് പോളി എഥിലീനെ അറ്റാക്ക് ചെയ്താലും അതിന് എന്ത് സംഭവിക്കുകയില്ല? ഒന്നും സംഭവിക്കുകയില്ല. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിൽക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എക്സലൻറ്റ് കെമിക്കൽ റെസിസ്റ്റൻറ്റ്. അത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നോട്ട് അറ്റാക്ക്ഡ് ബൈ സ്ട്രോങ് ആസിഡ് ഓർ സ്ട്രോങ് ബേസസ്.
ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ജെൻറ്റിൽ ഓക്സിഡൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അതുപോലെ തന്നെ അത് ഈ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ കെമിക്കൽ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഓക്സിഡൻസിനെയും റെഡ്യൂസിങ് ഏജൻസിനെയും എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്ത് നിർത്താനുള്ള കഴിവ് ആർക്കുണ്ട്? പോളി എത്തിലീനിനുണ്ട്. ബേൺസ്, നെക്സ്റ്റ് പോയിന്റ് ഈസ് ബേൺസ് സ്ലോലി വിത്ത് എ ബ്ലൂ ഫ്ലെയിം ഹാവിങ് എ യെല്ലോ ടിപ്പ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളരെ പയ്യെ ഇത് ബേൺ ചെയ്യുകയുള്ളൂ. ബേൺ ചെയ്താൽ തന്നെ എന്തായിരിക്കും, ആദ്യം നമ്മൾ വിത്ത് ബ്ലൂ ഫ്ലെയിം ആയിരിക്കും, അതിൻ്റെ സ്ട്രിപ്പ് എങ്ങനെയായിരിക്കും, യെല്ലോ കളേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾക്കിപ്പം പാരഫീനൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു മണമായിരിക്കും പോളി എഥിലീൻ കത്തിക്കുമ്പോൾ കിട്ടുന്നത്, ഗിവിങ് ഓഫ് ആൻ ഓർഡർ ഓഫ് പാരാഫീൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ഹൈഡ്രോകാർബൺസ് or otherwise it is explained that polyethylene can be dissolved in hydrocarbons. Next point is insoluble in water and most organic solvent. It can be insoluble in water and most organic solvents. Next one is does not conduct electricity. Electricity conduct ചെയ്യുന്നില്ല. Can be dissolved at elevated temperature. It can be dissolved at elevated temperature. ചില ടെമ്പറേച്ചർ, പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഡിസൊല്യൂഷൻ നടക്കും. ആരുടെ? പോളി എത്തിലീൻ്റെ. ഓക്കെ, the general uses of polyethylene is for the preparation of children's toys, bulletproof vests, packing. Packing means all categories, plastic bags, example grocery bags, plastic films, containers, bottles, bottle for example shampoo bottles. Okay, and genomembranes. Genomembranes means for the preparation of നമ്മുടെ ചിലപ്പം നമ്മുടെ ബോൺസിലൊക്കെ എന്തായിരിക്കും ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അതിന് അതുപോലത്തെ ബോൺസ് നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പം എന്താണ്, മെമ്മറൈൻസ് പോലും നമുക്ക് പോളിയെഥിലീനിൻ്റെ സഹായത്തോടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ മെഡിസിനൽ യൂസും പോളിയെഥിലീനിനെ കൊണ്ട് ഉണ്ട്. ജനറൽ യൂസസ് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? ചിൽഡ്രൻസ് ടോയ്സ്, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്, പാക്കിങ്, ഓൾ ടൈപ്പ് ഓഫ് പാക്കിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് പോളിയെഥിലീൻ. ദർ ആർ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്സ് പോളിയെഥിലീനെ പറ്റിയാണ്. ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ ആൻഡ് ലോ ഡെൻസിറ്റി polyethylene. 2 types of polyethelenes, they are HDPE, that means high density polyethylene, and LDPE, which means low density polyethylene. Okay, high density polyethylene means having low pressure, and low density polyethylene having low density but it's having high pressure. Okay, example for LDPE. ഇനി ഞാൻ അങ്ങോട്ട് LDPE എന്നും HDPE എന്ന് പറയുള്ളൂ. എന്താണ് HDPE എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ ആണ്. LDPE എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി PE, ലോ ഡെൻസിറ്റി പോളി എഥിലീൻ ആണ്. ആദ്യം നമുക്ക് യൂസസ് ഓഫ് LDPE. സോഫ്റ്റ് ആണ്, suitable for manufacturing of packing, fillings of tubes and hoses. Okay, LDPEയുടെ യൂസസ് ആണ് പറഞ്ഞത്. HDPE for used for piping. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് HDPEയും LDPEയും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ, വിച്ച് ഈസ് കോൾഡ് LDPE. ഫസ്റ്റ് പോളിയെഥിലീൻ പ്രൊഡ്യൂസ്ഡ് ഈസ് LDPE. As the name implicated, it has a lower density compared to low density polyethylene. Okay, അതിന് ലോവർ ഡെൻസിറ്റി ആയിരിക്കും ആരെ കഴിഞ്ഞാലും, ഹൈ ഡെൻസിറ്റി പോളിയെഥിലിനെ കഴിഞ്ഞാലും. നെക്സ്റ്റ് പോയിന്റ് ഈസ് LDPE has more branching. The structure of LDPE has more branching, hence the molecules are less tightly packed and less crystalline due to side branches. അപ്പോൾ ഈ LDPEയുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ബ്രാഞ്ചിങ് നേച്ചർ ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എന്തായിരിക്കും, CH2 ഗ്രൂപ്പിൻ്റെ റിപ്പീറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു, അതിലും എന്താണ് CH2 എന്ന് കൂടുന്നതിൽ തന്നെ പിന്നെ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ലീനിയർ ആയിരിക്കണം, നേരെ ആയിരിക്കണം എന്നില്ല. മോർ ബ്രാഞ്ച്ഡ് ആയിരിക്കും LDPE. അതുകൊണ്ട് മോർ ബ്രാഞ്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മോളിക്യൂൾസ് എന്തായിരിക്കും, ടൈറ്റ് ആയിരിക്കുമോ? അല്ല, ടൈറ്റ് ആയിരിക്കുകയില്ല, ലെസ് ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും.
അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രിസ്റ്റൽ നേച്ചർ വളരെ കുറവായിരിക്കും. ലെസ് ക്രിസ്റ്റലൈൻ ഡ്യൂ ടു സൈഡ് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്, അങ്ങനെ പോകുന്നതുകൊണ്ട്. ലീനിയർ എന്ന് വെച്ചാൽ നേരെ CH നേരെ പോകുന്നു. ബ്രാഞ്ചഡ് ആയി കഴിയുമ്പോൾ എന്ത് വരും, ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് നമ്മൾ ഇവിടെ CH2 ഉണ്ടെങ്കിൽ ഇവിടെയും വരും CH2, പിന്നെ ഇതിൽ നിന്ന് വീണ്ടും അങ്ങനെ പോകും. ബ്രാഞ്ചഡ് നേച്ചറാണ് ആർക്കുള്ളത്, LDPEക്ക്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ലെസ് ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും, ലെസ് ക്രിസ്റ്റലൈൻ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും, അതിൻ്റെ ബ്രാഞ്ചിങ് വളരെ കൂടുതലായിരിക്കും. മോർ ബ്രാഞ്ചിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസ് ലെസ് ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും, ലെസ് ക്രിസ്റ്റലൈൻ ആയിരിക്കും. അടുത്ത പോയിന്റ്, LDPE ഈസ് ഓൾസോ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ കൺസ്യൂമർ പാക്കേജിങ്, ബാഗ്സ്, ബോട്ടിൽസ് ആൻഡ് ലൈനേഴ്സ്. എല്ലാം പാക്കിങ്ങിനുള്ള മെറ്റീരിയലായിട്ടാണ് നമ്മൾ ആരെ കണക്കാക്കുന്നത്, LDPEനെ, ലോ ഡെൻസിറ്റി പോളി എഥിലീനെ നമ്മൾ എടുക്കുന്നത്. ലോ ഡെൻസിറ്റി പോളി എഥിലീൻ മീൻസ് ഹൈ പ്രഷർ പോളി എഥിലീനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ, HDPE. It's a polyethylene made from petroleum. It's manufactured from petroleum. It is sometimes called alkethene or polythene when used for pipes. അപ്പം നമ്മൾ പറഞ്ഞു HDPEയുടെ മെയിൻ യൂസേജ് എന്ന് വെച്ചാൽ എന്താണ്, പൈപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളതിനെ പോളിത്തീനോ അല്ലെങ്കിൽ പോളിത്തീൻ വിളിക്കും, അതുപോലെ തന്നെ ആൽക്കത്തീൻ എന്നും വിളിക്കാറുണ്ട്. HDPE ഹാസ് എ ലിറ്റിൽ ബ്രാഞ്ചിങ് കമ്പയർഡ് ടു LDPE. ബ്രാഞ്ചിങ് കുറവാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അർത്ഥം, ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് അവിടെ കൂടുതലായിരിക്കും, ടെൻസൈൽ സ്ട്രെങ്തും ആരെ കഴിഞ്ഞാലും കൂടുതലായിരിക്കും, LDPEനെ കഴിഞ്ഞാലും കൂടുതലായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് മോർ ഹാർഡർ ആൻഡ് മോർ ഒപ്പാക്കെ ആൻഡ് ക്യാൻ വിസ്റ്റാൻഡ് ഹയർ ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ എന്തായിരിക്കും, അത് ഒപ്പാക്ക ഒബ്ജക്റ്റ് ആയിരിക്കും, അതിനെ വിസിബിൾ ആയിരിക്കുകയില്ല. പക്ഷേ എന്തായിരിക്കും, ഹയർ ടെമ്പറേച്ചറിൽ അതിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, വിച്ച് വിസ്റ്റാൻഡ് ഹയർ ടെമ്പറേച്ചേഴ്സ്. ഇറ്റ് ഈസ് ഹാർഡറായ ഒബ്ജക്റ്റ് ആയിരിക്കും ഹൈ ഡെൻസിറ്റി പോളിയെഥിലീനാണ്. ലോ പ്രഷറാണ് അതിനുള്ളത്, ബ്രാഞ്ചിങ് വളരെ കുറവാണ്, അതുപോലെ തന്നെ ഒപ്പാക്ക ഒബ്ജക്റ്റുകളാണ്, ഹാർഡറാണ്, ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, രണ്ട് നേച്ചർ. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു, ഹൈ ഡെൻസിറ്റി പോളി എഥിലീനും ഉണ്ട്, ലോ ഡെൻസിറ്റി പോളി എഥിലീനും ഉണ്ട്. ആദ്യം നമുക്ക് പോളി എഥിലീൻ ജനറൽ യൂസസ് നമ്മൾ നോക്കിയായിരുന്നു. അതിൽ ഏതൊക്കെയാണ് ഹൈ ഡെൻസിറ്റിക്കുള്ളത്, ലോ ഡെൻസിറ്റിക്കുള്ളത് നോക്കാം. ആദ്യം ലോ ഡെൻസിറ്റി പോളി എഥിലീൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മിൽക്ക് കാർട്ടൺ, ബൗൾസ് ആൻഡ് ബക്കറ്റ്സ്, സ്വീസബിൾ ബോട്ടിൽസ് സച്ച് ആസ് കെച്ചപ്പ് കണ്ടെയ്നേഴ്സ്. നിങ്ങൾ സോസൊക്കെ കെച്ചപ്പ് ചെയ്യുന്ന കണ്ടെയ്നറില്ലേ, അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, LDPE കൊണ്ടാണ്. അതുപോലെ തന്നെ കേബിൾ ജാക്കറ്റിംഗ്, ഫ്ലെക്സിബിൾ വാട്ടർ പൈപ്പ്സ് ഒക്കെ ഏതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്, LDPE കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഓക്കെ, കെച്ചപ്പിൻ്റെ ഒക്കെ ബോട്ടിൽ ഓർത്താൽ മതി. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബൗൾസ്, ബക്കറ്റ്. ഓക്കെ, കേബിൾ ജാക്കറ്റിങ്, അതുപോലെ ഫ്ലെക്സിബിൾ വാട്ടർ പൈപ്പ്സ് ഒക്കെ LDPE കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് HDPE ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ. ആപ്ലിക്കേഷൻസ് ഷോപ്പിംഗ് പ്ലാസ്റ്റിക് ബാഗ്സ്, ഫുഡ് പാക്കിംഗ് പ്ലാസ്റ്റിക്സ്, കർട്ടൻസ്, ഡസ്റ്റ്ബിൻ, ഡ്രംസ്, ഡിറ്റർജൻറ്റ് ബോട്ടിൽ, വാട്ടർ പൈപ്പ്സ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ, വാട്ടർ പൈപ്പ്സ്, ഡിറ്റർജൻറ്റ് ബോട്ടിൽ, ഡിറ്റർജൻ്റ് ഒക്കെ എടുക്കുന്ന ബോട്ടിലില്ലേ, അതുപോലെ ഡ്രംസ്, പാക്കിംഗ് പ്ലാസ്റ്റിക്സുകൾ, ഫുഡ് പാക്കിംഗ് പ്ലാസ്റ്റിക്സുകൾ, ഷോപ്പിംഗ് പ്ലാസ്റ്റിക് ബാഗ്സ്. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്, എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആരെ പറ്റിയാണ്, പോളി എഥിലീനെയാണ്. പോളി എഥിലീൻ്റെ മോണോമർ യൂണിറ്റ് എന്ന് വെച്ചാൽ ആരായിരുന്നു, എഥിലീൻ മോളിക്യൂളാണ്. എഥിലീൻ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു, പോളി എഥിലീൻ ഉണ്ടാകുന്നു. പോളി എഥിലീൻ്റെ ജനറൽ യൂസസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞു. ജനറൽ യൂസസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ചിൽഡ്രൻസ് ടോയ്സ് ഉണ്ടാക്കാം, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉണ്ടാക്കാം, ഓൾ പാക്കിംഗ് കാറ്റഗറീസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോളി എഥിലീനാണ്. 2 ടൈപ്സ് പോളി എഥിലീൻ ഉണ്ട്, ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ ആൻഡ് ലോ ഡെൻസിറ്റി പോളി എഥിലീൻ. നിങ്ങളുടെ സിലബസിൽ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് രണ്ടും.
ഓർത്ത് വെച്ചിരിക്കണം. അതിന് ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് LDPEയുടെ എന്താണ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് മാനുഫാക്ചറിങ് ഓഫ് പൈക്കിംഗ് ഐറ്റംസ്, ഫിലിംസ്, സോഫ്റ്റ് ട്യൂബ്സ്, ഹോസ് അതൊക്കെ ഉണ്ടാക്കാനാണ് LDPE എടുക്കുന്നത്. HDPE ഫോർ പൈപ്പിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, താങ്ക് യു.